ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ലിൻസീസ് ലിങ്ക്. എല്ലാ കൂട്ടുകാർക്കും ലിൻസീസ് ലിങ്കിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് റോസിൻ്റെ തൈകൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്. അതായത് സാധാരണയായിട്ട് നമ്മൾ റോസിൻ്റെ തൈകൾ ഉണ്ടാക്കുന്നതിൻ്റെ അതിൻ്റെ കമ്പ് മുറിച്ച് നട്ടാണ് നമ്മൾ റോസിൻ്റെ പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അന്നേരം ഇതിനായിട്ട് നമ്മളിവിടെ ഒരു നാച്ചുറൽ റൂട്ടിംഗ് ഹോർമോൺ യൂസ് ചെയ്ത് എല്ലാവർക്കും വീട്ടിൽ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. അതിനായിട്ട് റോസിൽ നിന്നൊരു ചെറിയ കമ്പ് മുറിച്ചെടുക്കുക. ഇതേപോലെ ഒരു കമ്പ് ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മൾ കംപ്ലീറ്റ് ലീവ്സും എല്ലാ ഇലകളും അതിൽ നിന്ന് നീക്കം ചെയ്യുക. നമ്മൾ പുതിയ തൈ ഉണ്ടാക്കാൻ നേരം അതിൻ്റെ അകത്ത് 1-2 ഇലകൾ മാത്രം വെച്ചാൽ മതിയാകും. വെച്ചില്ലെങ്കിലും ഒരു കുഴപ്പവുമില്ല. അന്നേരം ഞാൻ ഇതിൽ നിന്ന് എല്ലാ ഇലകളും കട്ട് ചെയ്ത് മാറ്റാൻ പോവുകയാണ്. ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം നമുക്കിത് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. അതായത് ഒരുപാട് നീളത്തിലൊന്നും വേണ്ട. ഞാനിപ്പോൾ കാണിച്ചു തരാം. എപ്പോഴും മുറിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു 45 ഡിഗ്രി ആംഗിളിൽ ചരിച്ച് മുറിച്ചെടുക്കുക. അതായിരിക്കും ഈ കമ്പിന് പുതിയ റൂട്ട്സൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി സഹായിക്കുന്നത്. ആ ഒരു മെത്തേഡാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. ഓക്കെ, അന്നേരം ഞാൻ കാണിച്ചു തരാം ഇതെങ്ങനെയാണ് കട്ട് ചെയ്യുന്നത്. ഇതേപോലെ ഒന്ന് ചരിച്ച് കട്ട് ചെയ്യുക. ഒരു സ്ലാൻഡിങ് പൊസിഷനിൽ കട്ട് ചെയ്തെടുക്കുക. അന്നേരം ഈ ഒരു വലിപ്പത്തിലാണ് ഞാൻ എല്ലാ കമ്പും മുറിച്ചെടുക്കാൻ പോകുന്നത്. അതായത് നമ്മളിവിടെ കമ്പ് മുറിച്ചെടുത്തിട്ടുണ്ട്. അന്നേരം നമ്മൾ ഈ കമ്പ് മുറിക്കുമ്പോൾ തന്നെ ഈ ഒരു കമ്പിൽ നിന്ന് നമ്മൾ നാച്ചുറലായിട്ട് ചില കെമിക്കൽ സബ്സ്റ്റൻസ് ഉണ്ടായി വരും. അതാണ് അതിനെ പുതിയ റൂട്ട്സ് ഉണ്ടാകാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. അതായത് നാച്ചുറലി ഒക്കറിങ് കെമിക്കൽ സബ്സ്റ്റൻസ് ഉണ്ടാകുന്നത്. അതൊരു സർവൈവൽ മെക്കാനിസമാണ്. നമ്മുടെ മനുഷ്യരിൽ ഉണ്ടാകുന്നത് പോലെ തന്നെ പ്ലാന്റിലും ഉണ്ടാകുന്ന ഒരു സർവൈവൽ മെക്കാനിസമാണ്. അന്നേരം അതിൽ നിന്ന് നാച്ചുറലായിട്ട് കെമിക്കൽസ് ഉണ്ടായി വരും. അതായത് പുതിയ റൂട്ട്സ് ഉണ്ടാകാൻ വേണ്ടിയിട്ട്. അതല്ലാതെ തന്നെ നമ്മുടെ ഒരു നാച്ചുറൽ റൂട്ടിംഗ് ഹോർമോണാണ് അലോവെര എന്ന് പറയുന്നത്. അലോവേര എന്ന് പറഞ്ഞാൽ നല്ലൊരു റൂട്ടിംഗ് ഹോർമോണാണ്. എപ്പോഴും പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അലോവേര ജെല്ല് നമ്മൾ റൂട്ടിംഗ് ഹോർമോണായിട്ട് യൂസ് ചെയ്യുമ്പോൾ ഇതേപോലെ എപ്പോഴും ഫ്രഷ് ആയിട്ടുള്ള അലോവേര ജെല്ല്, അതായത് പ്ലാന്റിൽ നിന്ന് കട്ട് ചെയ്ത് ഉടനെ തന്നെ യൂസ് ചെയ്യുക. എന്നാലേ അതിൻ്റെ ഒരു 100% നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ സ്റ്റെമ്മിൻ്റെ നടാൻ പോകുന്ന പോർഷൻ ഇതുപോലെ നമ്മളൊന്ന് ചുരണ്ടി കൊടുക്കുക, ഒന്ന് സ്ക്രാപ്പ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ ഒന്ന് സ്ക്രേപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് 1 ഇഞ്ച് ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കുക. ഇതിങ്ങനെ ചെയ്യാൻ നേരം വളരെ എഫക്റ്റീവാണ്. പെട്ടെന്ന് വിതിൻ ഒരു 2 വീക്സിനുള്ളിൽ തന്നെ പുതിയ റൂട്ട്സ് വരികയും നമ്മുടെ ചെടി നല്ലതുപോലെ കിളിക്കുകയും ചെയ്യുന്നത് കാണാൻ പറ്റും. 100% റിസൾട്ടാണ്. അലോവേര ഒരു ഭയങ്കരമായിട്ട് നല്ല ഒരു റിസൾട്ട് തരുന്ന സാധനമാണ്. പിന്നെ ചിലത് കിളിക്കാറില്ല. എല്ലാ 100% എല്ലാ നമ്മൾ നടുന്ന കമ്പുകളും കിളിക്കണമെന്നില്ല. അതിന് കാരണം ചിലപ്പോൾ ബാക്ടീരിയലോ അല്ലെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷൻസോ ഉണ്ടായിരിക്കാം ചില കമ്പുകൾ കിളിക്കാത്തത്. നമ്മൾ കമ്പ് മുറിച്ച് നടാൻ നേരം എല്ലാം വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ചെടികളെല്ലാം കിളിച്ചു വരുന്നതായിരിക്കും. ഈ അലോവേരയ്ക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. അലോവേര ഒരു നല്ല ചെടിക്കും പ്ലാന്റിനും ഒരു നല്ല ഇമ്മ്യൂണിറ്റി കൊടുക്കുകയും ചെയ്യും. അതുമാത്രമല്ല ഒരു ആൻറ്റി ബാക്ടീരിയൽ എഫക്റ്റ് ഒക്കെയുള്ള ഒരു കെമിക്കലാണ് അലോവേരയിൽ ഉള്ളത്. അതുപോലെ തന്നെ പെസ്റ്റിൽ നിന്നൊക്കെ ചെടിയെ സംരക്ഷിക്കാനുള്ള കഴിവ് നമ്മുടെ അലോവേരയ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു മെത്തേഡ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു പ്ലാന്റിന് നല്ലൊരു ഗ്രോത്ത് കൊടുക്കുന്നത്, അതായത് നല്ലൊരു ഗ്രോത്ത് പ്രൊമോട്ടർ കൂടിയാണ് നമ്മുടെ അലോവേര. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു മെത്തേഡ് 100% സക്സസ് ആയിരിക്കും. ഇനി നമ്മളിത് ചെയ്യാൻ പോകുന്നത് ഈ ഒരു അലോവേര ഇത് പ്ലാന്റിൽ കുത്തി വെച്ചിരിക്കുന്നത് ഇതേപോലെ നമ്മൾ കൊണ്ട് നട്ടുവെക്കാൻ പോവുകയാണ്. നമുക്ക് നോക്കാം എങ്ങനെയാണ് നടുന്നതെന്ന്. നമ്മൾ ഏതെങ്കിലും ഒരു പോട്ട്സിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും കുറച്ച് മണ്ണിലേക്ക് ഈ ഒരു അലോവേര ഇറക്കി വെക്കാൻ വേണ്ടിയ പാകത്തിന് ഒരു കുഴിയെടുക്കുക. ചെറുതായിട്ട് ഈ അലോവേര അതേപോലെ നമുക്കൊന്ന് ഇറക്കി വെക്കണം. അന്നേരം ഇതേപോലെ ഞാനൊരു ചെറിയൊരു ഹോൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ഈ അലോവേര ഇങ്ങനെയൊന്ന് ഇറക്കി വെക്കാൻ പോവുകയാണ്. കംപ്ലീറ്റ് ആയിട്ട് മണ്ണിന് അടിയിലേക്ക് ഇതേപോലെ വരണം. ആ ഒരു സെയിം ലെവലിന് വരത്തക്ക രീതിയിൽ നമ്മളത് ഇറക്കി വെക്കുകയാണ്. ഇറക്കി വെച്ചതിന് ശേഷം മണ്ണെല്ലാം നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് നല്ല ഫേമാക്കി നിർത്തുക. നല്ലപോലെ ഒന്ന് മറിഞ്ഞു വീഴാത്ത രീതിയിൽ നല്ലപോലെ ഉറപ്പിച്ച് നിർത്തുക.
ഇത് ഓൾറെഡി മണ്ണിനൊരു നനവുള്ള മണ്ണാണ്, അതുകൊണ്ട് ഞാനിപ്പം വെള്ളം ഒഴിക്കുന്നില്ല. 2 ദിവസം കഴിഞ്ഞാൽ 1 ദിവസം നെക്സ്റ്റ് ഡേയിൽ ഒഴിച്ചാൽ മതിയാകും വെള്ളം. ഓക്കെ, ഇതേ രീതിയിൽ ഞാൻ നട്ട കമ്പുകളാണ്. ഇത് നിങ്ങൾ കണ്ടാൽ മനസ്സിലാകും, മുള വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് മുള വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ നട്ടതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതേപോലെ ഒരു PVC പൈപ്പോ ബോട്ടിലോ വെച്ച് ഇങ്ങനെ ഒന്ന് മൂടി വെക്കാം. കാരണം ഒരുപാട് വെയിലും ഒരുപാട് വെള്ളം ഒന്നും വീഴാതെ ഒരു പ്രൊട്ടക്ഷൻ രീതിയിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഇറക്കി വെച്ചാലും നല്ലതായിരിക്കും. ഇത് കണ്ടോ, ഇതേപോലെ പുതിയ ഇലകൾ നിങ്ങൾക്കൊരു 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ വരുന്നത് കാണാൻ പറ്റും. എല്ലാവരും ഈ മെത്തേഡ് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാ കൂട്ടുകാരും ലിൻസീസ് ലിങ്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അന്നേരം സീ യു ഫ്രണ്ട്സ്. നമുക്ക് വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.